NSSും SNDPയും ഐക്യപ്പെടാനുള്ള ഒരു ധാരണ ഉണ്ടാകുന്നു. 9 ദിവസം അല്ലെങ്കിൽ ഏതാണ്ട് 8 ദിവസത്തോളം ഈ ഒരു ചർച്ച നടക്കുന്നു. അതിനുശേഷം ഇത് അലസി പിരിഞ്ഞു പോകുന്നു. അതിന് പിന്നിൽ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് പത്മ അവാർഡ് വെള്ളാപ്പള്ളിക്ക് കിട്ടിയതാണ് എന്നും പറയുന്നുണ്ട്. ട്രോളുകളാണ്, ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. പക്ഷെ ഞാൻ സാറിനോട് ചോദിക്കുകയാണ്, സത്യത്തിൽ എന്തിനായിരുന്നു ഈ പറയുന്ന ഗിമ്മിക്കൊക്കെ ഈ രണ്ടുപേരും കൂടെ കളിച്ചത്? ഇത് രണ്ടുപേരും രണ്ട് ഗിമ്മിക്ക് വിദഗ്ധന്മാരല്ല. അതിനകത്ത് വേറെ രാഷ്ട്രീയമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇപ്പം നായർ സമുദായമാണെങ്കിലും ഈഴവ സമുദായമാണെങ്കിലും ഈ രണ്ടുപേരും പറഞ്ഞ അവരുടെ സമുദായക്കാരെ കേൾക്കുന്നുണ്ട്. കുറച്ചാൾക്കാർ ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഈ NSS എന്ന സംഘടനയുമായിട്ട് അതേപോലെ SNDP എന്ന സംഘടനയുമായിട്ട് യോജിച്ച് നിന്ന് അവരുടെ കുറച്ച് അഡ്വാൻറ്റേജസ് കിട്ടുമല്ലോ. അതിൻ്റെ സെക്രട്ടറിയുമായിട്ട് മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചില ജോലി, ഇങ്ങനെയുള്ള ചില വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാർ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് അംഗങ്ങളുണ്ടാവും. അല്ലാതെ ഈ സമൂഹത്തിൻ്റെ പുറത്ത് ഈ ചങ്ങാതിമാർക്ക് യാതൊരു വിധമായിട്ടുള്ള സ്വാധീനവുമില്ല. പിന്നെ NSS SNDP തമ്മിൽ എന്തിനാണ് ഐക്യം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും. ഇത് എന്തിൻ്റെ ഐക്യമാണ്? അവർ രണ്ടും വളരെ സുഖമായിട്ട് ആൾക്കാർ നാട്ടിൽ സുഖമായിട്ട് അപ്പുറവും ഇപ്പുറവും അയൽക്കാരായിട്ടും ഇടപഴകിയും ചില സന്ദർഭങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ച് വരെ പോലും ഇവിടെ ആൾക്കാർ ജീവിക്കുന്നില്ലേ? ഇവിടെ SNDPക്കാരും NSSും അല്ലെങ്കിൽ നായേഴ്സും ഈഴവാസും തമ്മിൽ കേരളത്തിൽ യാതൊരു പ്രശ്നവുമില്ല. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി പോലും അറിയാതെയും ചിന്തിക്കാതെയുമാണ് സുഹൃത്തുക്കളായിട്ടും ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഐക്യത്തിൻ്റെ പ്രശ്നം എന്താണ്? അവർ വളരെ സുന്ദരമായ ഐക്യത്തോടെയാണ് കേരളത്തിലെ നായർ സമുദായങ്ങളും ഈഴവരും ഒക്കെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ മുരളീധരൻ പറയുന്നു, ഒരു പ്രോ BJP ലൈനിലേക്ക് SNDP അല്ലെങ്കിൽ പോകുമെന്ന് തോന്നിയത് കൊണ്ടാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇത്തരത്തിലൊരു തീരുമാനം, ഒരു പിന്മാറ്റം ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. അതേപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നുണ്ട്, NSS എപ്പോഴും സമദൂരത്തിൻ്റെ ഭാഷ മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ആളുകളും അല്ലെങ്കിൽ രണ്ടുപേർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ സാറ് പറയുന്നു ഈ രണ്ട് സമുദായ നേതാക്കന്മാരും പറയുന്നത് പോലെയല്ല ജനജീവിതം മുന്നോട്ട് പോകുന്നു രണ്ട് വിഭാഗങ്ങൾക്കിടയിലും. പക്ഷേ ഇതിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളല്ലേ? അത് ലീഗിന് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ലീഗിൻ്റെ പുറത്താണ്, ഇപ്പം ലീഗിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കൂടെ ഒരു പദ്ധതി തയ്യാറാക്കിയത്. അതായത് ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിടിയിൽ ഒതുങ്ങിയിരിക്കുന്നു. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം ഭരിക്കുക, പഴയ മുസ്ലിം ലീഗ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ കേന്ദ്രീകരിച്ചിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുക. ഇതാണ് CPMൻ്റെ അജണ്ട. അതിലൂടെ ഒരു ഭൂരിപക്ഷ വർഗീയത, ഭൂരിപക്ഷ ഏകീകരണത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയും ഒരു ജമാഅത്തെ ഇസ്ലാമി ഭരണം അല്ലെങ്കിൽ മുസ്ലിം ആധിപത്യ തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം ആധിപത്യ ഭരണം കേരളത്തിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി LDFനെ വോട്ട് ചെയ്യുകയും ചെയ്യിപ്പിക്കുക, ഒരു ഭൂരിപക്ഷ അനുകൂല അന്തരീക്ഷം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ഭീതി ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് CPMൻ്റെ അജണ്ട. സ്വാഭാവികമായിട്ടും BJPയേക്കാൾ ശക്തമായ ഒരു ഒരു ഭൂരിപക്ഷ വർഗീയതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു തുറന്ന സമീപനമാണ് CPM ധരിച്ചിരിക്കുന്നത്. അതിന് വർഗീയതയുടെ ചില മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് അവരതിനെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അവർക്ക് ന്യായീകരണം മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത്രയൊരു സാഹചര്യത്തിലായിരുന്നു. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, നേരത്തെയുള്ള സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യാതൊരു സാഹചര്യത്തിലും മാറ്റം ഉണ്ടായിട്ടില്ല. അതായത് എന്താണ് നായാടി മുതൽ നസ്രാണി വരെ രണ്ട് ചേട്ടനും അനിയനും കൂടെ ചേർന്നിട്ട് ആരാണ് അനിയൻ ചേട്ടൻ എന്നുള്ളത് നമുക്കറിയില്ല. ഈ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ നായാടി മുതൽ നസ്രാണി വരെയൊക്കെ ഉണ്ടാക്കിയത്, ഇതൊക്കെ കോയിൻസ് എടുത്തത്. അപ്പോൾ അന്ന് തന്നെ പറഞ്ഞു തുഷാർ പോയി കാണുമെന്ന് പറഞ്ഞിരുന്നു. അതെ, തുഷാർ വരുന്നു എന്ന് പറഞ്ഞതും ഒരു കാരണമായിട്ടുണ്ട്. കാരണം തുഷാർ പ്രതിനിധാനം ചെയ്യുന്നത് BJPയെയാണ്. അതെ, അച്ഛനാണെങ്കിൽ സഖാവാണ്. അതെ. അപ്പോ അവിടെ പെരുന്നയിൽ അത് പക്ഷേ ഇത് മനസ്സിലാക്കാനായിട്ട് ഈ നായർ സമുദായത്തിൻ്റെ NSSൻ്റെ മേധാവിക്ക് ഇത്രയും കാര്യം ഇപ്പോൾ പ്രജിത മനസ്സിലാക്കാനുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് ഒരാഴ്ച വേണ്ടി വന്നു. സിമ്പിൾ ചോദ്യമല്ലേ? അല്ലേ? അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ പറഞ്ഞു തുഷാർ പോയി കാണും. കേരളം മുഴുവനെ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് എന്ത് തുഷാർ ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്ന നിമിഷം കാണാനായിട്ട്. അപ്പോൾ അന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സുകുമാരൻ നായർക്ക് മനസ്സിലായത്, തുഷാർ BJPയുടെ ആളാണല്ലോ. അദ്ദേഹം SNDPയുടെ വൈസ് പ്രസിഡന്റും കൂടെയാണ്. അല്ലേ? ആ രീതിയിലായിരിക്കില്ല ഒരു പക്ഷേ അത് SNDPയുടെ വൈസ് പ്രസിഡന്റായിട്ട് SNDPയുടെ പ്രതിനിധിയായിട്ടാണ്
തുഷാറിനെ അയക്കാമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതെ. SNDPയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് നായർ ഐക്യത്തിന് വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നത്. അപ്പോൾ SNDP എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയെ വൈസ് പ്രസിഡന്റിനെ അങ്ങോട്ട് അയക്കാമെന്നാണ് വെള്ളാപ്പള്ളി പറയും. അപ്പോൾ ഒരാഴ്ചത്തെ ടൈം വേണ്ടി വന്നു സുകുമാരൻ നായർക്ക് ഇത് മനസ്സിലാക്കാനായിട്ട്. അതിനിടയിൽ സംഭവിച്ചത് എന്തായി? വളരെ സിമ്പിളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നായർ ഐക്യമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ മുകളിലാണ് എന്നൊരു ധാരണ, ആ ഒരു അംഗീകാരം ഈ സുകുമാരൻ നായർക്ക് വേണം. കാരണം നമ്മുടെ ട്രംപിൻ്റെ ഈ ട്രംപ് സിൻഡ്രോം ഉണ്ടല്ലോ, നൊബേലുമായി ബന്ധപ്പെട്ട. അതെ, ഈ നൊബേൽ എനിക്ക് വേണം, അതില്ലെങ്കിൽ ആർക്കെങ്കിലും കിട്ടിയതെങ്കിലും എനിക്ക് കൊണ്ടു തരൂ. അങ്ങനെയാണല്ലോ ഈ മച്ചോടെ കൊണ്ട് കൊടുത്തത് ബെൻസിലല്ലേ, ട്രംപിന് കൊണ്ട് കൊടുത്തത്. വെള്ളാപ്പള്ളിക്ക് പത്മ കിട്ടുകയും ചെയ്തു. പക്ഷേ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടിയ സമയത്ത് യഥാർത്ഥത്തിൽ ഈ സുകുമാരൻ നായർക്ക് ഒരു പത്മവിഭൂഷൺ കൊടുക്കണമായിരുന്നു. കൊതിക്കറിവാണ്, മനസ്സിലായില്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ ഗംഭീരമായ നായാടി മുതൽ നസ്രാണി വരെയുള്ള കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും കാര്യങ്ങൾ വളരെ അനായാസം പരിഹരിക്കപ്പെടുമായിരുന്നു. ഇതിപ്പോൾ പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് സുകുമാരൻ നായർ ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റും. ഈ ഏതെങ്കിലും കാരണവശാൽ ഇതെന്തുകൊണ്ടാണ് ഞായറാഴ്ച വരെ ഇത് വൈകിപ്പോയത്, ഈ തിരിച്ചറിവ്? അത് വളരെ സിമ്പിളാണ്. പത്മഭൂഷൺ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ തിരിച്ചറിവ് വന്നത്. അപ്പം ഈ സുകുമാരൻ നായർ എന്ന് പറയുന്ന വ്യക്തി, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥാനം കൊണ്ട് ഈ ഉണ്ടാക്കിയെടുത്ത വലിപ്പങ്ങളാണല്ലോ. അല്ലാതെ ഇവർക്കൊക്കെ എന്ത് സാമൂഹിക രാഷ്ട്രീയ ബോധമുള്ള, സ്വന്തം കാര്യങ്ങൾ നോക്കുക, സ്വന്തം കീശ വീർപ്പിക്കുക എന്നുള്ള അല്ലാത്തതിൽ കവിഞ്ഞിട്ട് ഇവർക്കൊക്കെ എന്ത് താല്പര്യമുള്ളൂ? സമുദായ താല്പര്യമുണ്ടോ? മന്നത്ത് പത്മനാഭൻ ഇരുന്ന കസേരയിൽ സുകുമാരൻ നായർക്ക് ഇരിക്കാനുള്ള യോഗ്യതയുണ്ടോ? കുമാരനാശാൻ ഇരുന്ന കസേരയിൽ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കാനുള്ള യോഗ്യതയുണ്ടോ? അതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ വന്ന ഒരു പരിണാമത്തിൻ്റെ ഗതികേടുകളുടെ അവസരമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ഇന്നത്തെ മാധ്യമങ്ങളാണ് ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, ഇവർ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, കുറേ ഈ മൈക്യം എടുത്തുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചുറ്റും കൂടുകയാണ്. അപ്പോൾ ഇവർ തോന്നുന്നു ഇവർ മഹാസംഭവമാണെന്ന് തോന്നുന്നു. ഇവർ പറയുന്ന എന്ത് വൃത്തികേടും, ഇവരുടെ ചില സമയങ്ങളിലുള്ള ഈ രണ്ട് നേതാക്കന്മാരുടെയും മുഖഭാവങ്ങൾ പോലും, ജസ്റ്റേഴ്സ് പോലും വളരെ അരോചകമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ അതുപോലും വളരെ അവരുടെ മുഖഭാവങ്ങൾ പോലും വാർത്തയാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളത്തിലെ മുഖ്യധാര മാധ്യമപ്രവർത്തന ലോകം മാറി. അത് അവർ നന്നായിട്ട് വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കുന്നു. അവർ വളരെ അവർ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് കിട്ടുന്ന അവസരങ്ങളെല്ലാം അവർ ഉപയോഗിക്കും. അവർക്കെല്ലാം കിട്ടുന്നത് ലാഭവും നഷ്ടവുമായിട്ടാണ് കണക്കാക്കുന്നത്. സർ, ഇപ്പോൾ CPM വേണ്ടിയിട്ടാണല്ലോ ഇവർ ഒന്നിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷെ ഇത് അപ്പോൾ പൊളിഞ്ഞു പോകുമ്പോഴും സംഭവിക്കാൻ CPM നഷ്ടം ഉണ്ടാകുമെന്ന് സാർ കരുതുന്നു? CPM നഷ്ടം ഉണ്ടാകുന്നേ, ഇപ്പം നായർ സമുദായത്തിൽ നിന്ന് കിട്ടാനുള്ള വോട്ട് രണ്ടായാലും CPM കിട്ടാനുണ്ടെങ്കിൽ CPM കിട്ടും. പൊതുവായിട്ട് ഈ ഹൈന്ദവ സമൂഹത്തിന് ഇപ്പോൾ വിഭാഗങ്ങളുണ്ട്, ഇതുപോലെ സമുദായ നേതാക്കളുണ്ടെങ്കിലും ഈ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഒരു സർക്കുലറൊക്കെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നയാളാണ് സ്ഥാനാർത്ഥി, വേണമെങ്കിൽ എന്നൊരു കുത്തിട്ട് കൊടുത്താലും ക്രൈസ്തവർ വോട്ട് ചെയ്യാൻ പോകുന്നത് പൊതുവിൽ അവർക്കായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഇതുവരെയും ഹൈന്ദവ സമൂഹത്തിനിടയിൽ കണ്ടുവന്നിട്ടില്ല. പിന്നെ ഈ നേതാക്കളെ കൊണ്ട് ഈ കളി കളിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? അവിടെയാണ് ഇതിൻ്റെ ഒരു ഗുട്ടൻസ് മനസ്സിലാക്കുന്നത്. ഈ നേതാക്കന്മാർക്ക് ഇവർ രണ്ട് സമുദായങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ആൾക്കാരാണ്. കേരളത്തിലെ രണ്ട് പ്രബല സമുദായങ്ങളാണ്. അതെ. ഉദാഹരണത്തിന് CPM ഏറ്റവും മുഖ്യമായ അണികൾ മുഴുവനുള്ളത് SNDP അല്ലെങ്കിൽ ഈഴവ സമുദായമാണ്. അതുപോലെ തന്നെ കോൺഗ്രസ്സിൽ ഏറ്റവും കൂടുതലുള്ളതും നായർ സമുദായത്തിൻ്റെ അംഗങ്ങളാണ്. ഈഴവ സമുദായമുണ്ട്, ഗണ്യമായിട്ട് തന്നെ ഈഴവ സമുദായം. മറ്റ് സമുദായങ്ങളെല്ലാം കോൺഗ്രസ്സിനകത്തുണ്ട്, എല്ലാ സമുദായങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ രണ്ട്, ഇപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയം വർഗീയത വെച്ച് രാഷ്ട്രീയം കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് നേതാക്കന്മാരെയും ഇവർ ചിഹ്നങ്ങളായിട്ട് ഉപയോഗിച്ചാൽ മതി. ഉദാഹരണത്തിന് ഇപ്പോൾ പിന്നെ ഈ പറയുന്ന മുസ്ലിം വർഗീയത, ഇത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് പറയാനായിട്ട് ഉള്ള പരമാവധി പറയാവുന്ന അവസ്ഥയാണ് AK ബാലൻ പറയുന്നത്. അതായത് അത് രാഷ്ട്രീയമായിട്ട് ഒരു CPM ഇന്ന് കേരളത്തിൽ പറയാവുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അങ്ങേ അറ്റത്തെ ഒരു പ്രസ്താവനയാണ് പറഞ്ഞത്.
UDF വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യും. അത് സത്യമല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ അത് ഞാൻ പറഞ്ഞു തന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് പറയാവുന്ന സ്റ്റേറ്റ്മെൻറ്റ് അത്രയാണ്. മറിച്ച് അതിൻ്റെ അകത്തൊന്നും കൂടെ ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള പൊതി മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന പച്ച വർഗീയതയുണ്ട്. അത് പറയാൻ പറ്റുന്നത് വെള്ളാപ്പള്ളിക്ക് പറയാൻ പറ്റുന്നത്. അത് CPM വെള്ളാപ്പള്ളി കൊണ്ട് പറയിപ്പിക്കും. ആ വെള്ളാപ്പള്ളിയുടെ പറച്ചിലിന് ഒരു പിന്തുണ കിട്ടും. ആര്? ഈ സുകുമാരൻ നായരോട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു ഹിന്ദു ഐക്യത്തിൻ്റെ ഭൂരിപക്ഷ വർഗീയത രണ്ടുപേരും ജാതിയും മതവും അല്ലെങ്കിൽ ഉപജാതികളും ഒക്കെ മറന്ന് ഒന്നിക്കേണ്ട അതിതീവ്രമായ ഒരു ഘട്ടം വന്നിരിക്കുന്നു. നസ്രാണിക്ക് ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചേ പറ്റൂ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരു നായർ മുതൽ നസ്രാണികൾ വരെ കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്ന കമ്മ്യൂണിറ്റി ഏതാണ്? കേരളത്തിലെ നായാടി മുതൽ നസ്രാണി വരെയുള്ള വിഭാഗങ്ങൾ കഴിഞ്ഞാൽ പിന്നുള്ള സമുദായം ഏതാണ്? മുസ്ലിം സമുദായമാണ്. അവരെ പേടിച്ചോളൂ, അവരിതാ വരുന്നു, അവരെ തടഞ്ഞു നിർത്തണമെന്നുണ്ടെങ്കിൽ. പക്ഷെ സാർ, വെള്ളാപ്പള്ളി പറഞ്ഞതിലും വാസ്തവമില്ലേ? വെള്ളാപ്പള്ളി പറഞ്ഞ മലപ്പുറം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതും വാസ്തവമില്ലാതില്ലല്ലോ. അതെന്തുകൊണ്ട് സംഭവിച്ചു? എന്തായിരുന്നു വെള്ളാപ്പള്ളിയുടെ ജോലി? ഇവിടെ മാറി വന്ന സർക്കാരുകളുടെ സമയത്ത് ഇപ്പം കഴിഞ്ഞ 10 വർഷമായിട്ട് വെള്ളാപ്പള്ളിക്ക് സ്വാധീനമുള്ള സർക്കാരല്ലേ ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ സർക്കാരിനെ ഉപയോഗിച്ചിട്ട് എന്തുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് മലപ്പുറം ജില്ലകളിൽ കുറേ തഴയപ്പെട്ട അദ്ദേഹത്തിൻ്റെ സമുദായങ്ങളുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല? ഇത്തരം ചോദ്യങ്ങളൊക്കെ അവരുടെ മുമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇതിനകത്ത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ സമുദായത്തിൻ്റെ പുറത്ത് വലിയ സ്വാധീനമില്ലെങ്കിലും ഇവർ ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണൽ ഐക്കൺസാണ്. ഈ ഐക്കൺസ് കരുക്കളിട്ട് കളിക്കുന്നത് പോലെ രാഷ്ട്രീയക്കാർക്ക് അവരായിട്ട് കളിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് CPM-ന് അനുകൂലമായൊരു നിലപാടാണ്, അല്ലെങ്കിൽ LDF-ന് അനുകൂലമായ നിലപാട് ആൾറെഡി ഇതിനകം NSS പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സമദൂരം അല്ലേ? അപ്പം സമദൂരം എന്ന് നമ്മൾ പറയും. പണ്ട് നമ്മുടെ നോൺ അലൈൻമെൻറ്റ് ചേരിചേരാ നയം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം നമ്മൾ റഷ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താന്നുള്ള കാര്യം, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ. ഈ സമദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൽ ഈ സമദൂരം പ്രഖ്യാപിക്കും. എങ്ങോട്ടാണ് സമദൂരം എന്നുള്ളത് അതിപ്പം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നു, സുകുമാരൻ നായരൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ സമദൂരം LDF-ന് അനുകൂലമാണ്, നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ CPM ഒരു പക്ഷേങ്കിൽ നടത്തിയൊരു ശ്രമത്തിൻ്റെ ഭാഗമോ അതല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ കൂടുതൽ ഒരു രാഷ്ട്രീയ പ്രാതിനിധ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം സമൂഹത്തിൽ ചെലുത്തുമെന്ന് ധാരണ വരുത്താനായിരിക്കും ഈ നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള സാധനം കൊണ്ടുവന്ന് മുസ്ലിങ്ങളെ ഒറ്റയടിക്ക് ഒരു ബ്ലോക്കിലേക്ക് കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ കളി കളിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതിന് സുകുമാരൻ നായർ ഒരു പക്ഷേങ്കിൽ ചോദ്യം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇദ്ദേഹം കയറി പത്മഭൂഷണായി. അതെ, സാർ ഓഫ് റെക്കോർഡ് പറഞ്ഞ വാക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി ട്രംപ്. ഏകദേശം ഒരു ട്രംപിൻ്റെ ഒരു മനഃശാസ്ത്രത്തിലേക്ക് ആര് മാറി? സുകുമാരൻ നായർ മാറി. അപ്പോൾ അതുകൊണ്ട് ഒരു പത്മവിഭൂഷണെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഈ നായരീഴ വായിക്കാം അവർ പറഞ്ഞതുപോലെ ഉണ്ടാകുമായിരുന്നു. അത് തന്നെയുള്ളൂ ഇതിനകത്തുള്ള കാര്യം. അല്ല അതിനകത്ത് വേറെ വലിയ ഒരു രസതന്ത്രങ്ങളോ സാമൂഹിക ശാസ്ത്രമോ ഒന്നും തന്നെയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ രണ്ട് വ്യക്തികളുടെയും ചെറിയ ചെറിയ അവരുടെ മനസ്സുണ്ടല്ലോ, ആ ചെറിയ മനസ്സുകളുടെ വലിയ വിസ്ഫോടനങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അല്ല അതിനെക്കുറിച്ച് അതിനപ്പുറത്തേക്ക് വലിയ സംഗതികളൊന്നും ഇതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാനില്ല.